മിസൈലുകളും ബോംബുകളും തീർന്നു. അമേരിക്ക പ്രതിസന്ധിയിലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ അമേരിക്കയിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും ആളുകളോട് മിസൈലിന്റെയും ബോംബിന്റെയും കുടിൽ വ്യവസായം തുടങ്ങാൻ ആഹ്വാനം നൽകി ട്രംപ്. ഇതിനെതിരെ ലോകജനങ്ങൾ രംഗത്ത്. മിസൈലിന്റെയും ബോംബിന്റെയും കുടിൽ വ്യവസായം തുടങ്ങാൻ ആഹ്വാനം നൽകുന്ന ട്രംപിനു മുഴുവട്ടും പിരാന്തുമാണെന്നും മടയനായ ട്രംപും നെതന്യാഹുവും ഇറാനോട് തന്റെ നാറ്റക്കളി നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും ട്രംപിന്റെ ഈ ബെന്നക്കളിക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നും വൈറ്റ് ഹൌസ് പിടിച്ചെടുക്കുമെന്നും ലോകജനങ്ങൾ വ്യക്തമാക്കി. ഇത് കേട്ട ട്രംപ് വട്ടുമൂത്ത് പിരാന്തായി അനുയായികളെയും കൂട്ടി കേരളത്തിലെ എല്ലാ പടക്കകടകളിലും കയറി റോക്കറ്റ് പടക്കവും മാലപ്പടക്കങ്ങളും ഓലവെടികളും കമ്പിത്തിരി പൂക്കുറ്റി ചേർത്തവെടികളും വാങ്ങി ഇറാനിന് നേരെ വിട്ടുകൊണ്ടേയിരുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കുറെ കുട്ടികൾ രംഗത്ത്. ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പ് കൊണ്ട് ഞങ്ങൾക്ക് പടക്കം കിട്ടാതായെന്നും ട്രംപ് ഈ പരിപാടി ഇങ്ങനെ തുടരുകയാണെങ്കിൽ പൂക്കുറ്റിക്ക് പകരം ട്രംപിന്റെ കരണക്കുറ്റി ഞങ്ങൾ പൊട്ടിക്കുമെന്നും കുട്ടികൾ വളരെ ശക്തമായി പറഞ്ഞു. ട്രംപേ, നീ ഇന്ത്യയിലും കേരളയിലും ഉണ്ടാക്കാൻ വരണ്ട എന്നും കുട്ടികൾ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് താൻ ഉണ്ടാക്കാൻ വരണ്ട എന്നും ഉണ്ടാക്കാൻ വന്നാൽ നീ ഒറ്റക്കാലിൽ നടക്കേണ്ടി വരുമെന്നും നിന്റെ 18 തന്തയ്ക്കു പിറന്ന സ്വഭാവം കേരളയോട് വേണ്ടെന്നും അങ്ങനെയുള്ള സ്വഭാവവുമായി ഇവിടെ വന്നാൽ പടക്ക കമ്പനിയിൽ പൂട്ടിയിട്ട് തീയിടുമെന്നും കുട്ടികൾ പറഞ്ഞു. അമേരിക്കക്കാർക്ക് നിന്റെ ഓഞ്ഞാട്ടനാറിയ ഭരണം മടുത്തു. നീ എത്രയും പെട്ടെന്ന് പ്രസിഡന്റ് പണിയിൽ നിന്നും പോയി പിച്ചച്ചട്ടിയെടുത്ത് എരക്കാൻ പോടാ, എരപ്പേ എന്നും പറഞ്ഞു. എത്ര കുട്ടികളെയാണ് നീ ഒരു ദയയുമില്ലാതെ കൊന്നത്? നിന്റെ മക്കൾക്ക് ഈ ഗതി വന്നാൽ നിനക്ക് സഹിക്കുമോട തെണ്ടി? നീയൊക്കെ പ്രസിഡന്റ് ആയത് ഈ വോട്ടിംഗ് മെഷീനിൽ എന്തോ തട്ടിപ്പ് നടത്തിയതുകൊണ്ടാണ് എന്ന് സംശയിക്കുന്നു. അതുതന്നെയായിരിക്കും. ശരി, പിശാചുകളൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ആവില്ല. നീ രാവിലെ പറയും യുദ്ധം നിർത്തിയെന്ന്, ഉച്ചയ്ക്ക് പറയും 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തിയെന്ന്, രാത്രി പറയും 5 ദിവസമായി എന്ന്. എടോ, നിനക്കെന്തു വട്ടാണെടോ തായോളി? നീ ഇറാനിലെ ഭീകരവാദികളെ ഇല്ലാതാക്കാനാണ് യുദ്ധമെന്ന്, പിന്നെ നിനക്കെന്തിനാടോ ഹോർമൂസ് കടലും ഖാർഗ് ദ്വീപും? എടോ പറയടോ പറയാൻ. കുട്ടികളെ, നിനക്കറിയില്ല, കുട്ടികൾ പഴയ കുട്ടികളല്ല കേട്ടോ. പക്ഷെ ഇന്ത്യ പഴയ ഇന്ത്യയാണ്. താൻ എന്തിനാടോ ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ വന്ന് ഇറാൻ പടക്കപ്പൽ ആക്രമിച്ചത്? ഇന്ത്യയെ പറയിപ്പിക്കാനല്ലേ തെണ്ടി താനത് ചെയ്തത്? അതെ, കടലിൽ നിന്നെ മുക്കിക്കൊള്ളണമായിരുന്നു. നീയും നെതന്യാഹുവും കൂടിയിട്ട് ഈ ലോകം നാറ്റിക്കും, ഇടിച്ചു തന്റെ പരിപ്പെടുക്കും. തനിക്കും നെതന്യാഹുവിനുമുള്ള പരിപ്പിനുള്ള വടയും ചായയും ഞങ്ങൾ തരുന്നുണ്ട്.